ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ കേക്കിൻ്റെ ടൂൾസ് ഒന്നുമില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് ബീറ്ററും കപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഇനി ഇതിന് പകരം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒന്ന് എടുക്കാം. ഇവനാണ് നമ്മുടെ മെയിൻ താരം, വിസ്ക്. ഈ വിസ്ക് വെച്ചാണ് ഞാൻ ആദ്യമായി കേക്ക് ഉണ്ടാക്കുന്നതും 4 കേക്കോളം ഉണ്ടാക്കി, അതും ക്രീം കേക്ക് ഉണ്ടാക്കി വിറ്റ പൈസയ്ക്കാണ് ഞാൻ പിന്നീട് ബീറ്റർ വാങ്ങുന്നതും. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യമാണ്. ഇത് വെച്ചാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ്സാണ്, ഒരു സാധാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്, പിന്നെ ഒരു ടേബിൾ സ്പൂണ്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കേക്കിനുള്ള ടൂൾസ് റെഡിയായി. പല ആളുകളുടെയും ധാരണ കേക്ക് ഉണ്ടാക്കാൻ കപ്പും ബീറ്ററും ഓവനൊക്കെ നിർബന്ധമാണ്, അതില്ലാതെ കേക്ക് ശരിയാവില്ല എന്ന് കരുതുന്ന പല ആളുകളും ഉണ്ട്. അവർക്ക് നല്ലപോലെ ആഗ്രഹം ഉണ്ടാവും കേക്ക് ഉണ്ടാക്കണം, ഹോം ബേക്കർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുന്ന പല ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു നിർബന്ധമില്ല കേക്ക് ഉണ്ടാക്കാൻ അതൊക്കെ വേണമെന്നുള്ളത്. അതിനൊക്കെ ബദൽ നമ്മുടെ വീട്ടിൽ തന്നെ അതിന് പകരമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടെത്തിയിട്ട് ബുദ്ധിപരമായിട്ട് അതുകൊണ്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വീട്ടാവശ്യങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് പിന്നെ പുറത്തേക്ക് തന്നെ ഓർഡറുകൾ വരും. നമ്മുടെ കേക്ക് ഒരു കഷ്ണം കഴിച്ച് അവർ പിന്നെ നമ്മളുടെ അടുത്തേക്ക് വരും, എനിക്ക് ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളുടെ അടുത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾ വെച്ചിട്ട് ആദ്യം ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ അവിടെ ബട്ടർ പേപ്പറിൻ്റെ ബദലായിട്ട് ഞാൻ കുറച്ച് ഓയിലെടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയെടുത്തു. ഇപ്പോൾ ബട്ടർ പേപ്പറിന് ബദൽ ഇപ്പോൾ നമ്മളുടെ ടിന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. നേരത്തെ എടുത്തു വെച്ച ഗ്ലാസ് ഇല്ല, അതാണ് നമ്മൾ കപ്പായിട്ട് ഉപയോഗിക്കുന്നത്. ആ കപ്പിന് 1 കപ്പ് മൈദ, അതേ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര കൂടി പൊടിച്ച് മാറ്റി വെക്കുക. അതുപോലെ അതേ ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് ഓയിലും കൂടി മാറ്റി വെക്കുക. പിന്നെ അതുപോലെ 3 കോഴിമുട്ട, പിന്നെ വാനില എസൻസ്, ഇത്രയും സാധനങ്ങളാണ്. അതുപോലെ ബേക്കിംഗ് സോഡ ഞാൻ വിട്ടുപോയി, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതും കൂടി ഉണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി കേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ അതിലേക്ക് 1 ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പാൽപ്പൊടി ഇല്ലാതെയും ഉണ്ടാക്കാം, പക്ഷേ പാൽപ്പൊടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അതുപോലെ 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് നേരത്തെ ഇട്ട് കൊടുത്തത്. അതേ സ്പൂണിൽ തന്നെ 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അവസാനം അതിൽ വരുന്ന തട്ടും തരിയും നമ്മുടെ കയ്യും കൊണ്ടൊന്ന് തിരുമ്പിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 3 തവണ ചെയ്യണം എന്നൊക്കെ പറയും, പക്ഷേ ഞാൻ 1 തവണയേ ചെയ്യാറുള്ളൂ. നമ്മൾ മിക്സ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്താൽ 1 തവണ ചെയ്താൽ മതി, അതല്ലെങ്കിൽ 3 തവണ അരിച്ച് മാറ്റുക. ഇപ്പോൾ അവിടെ പൊടികളൊക്കെ റെഡിയായി. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നന്നായിട്ട് തുടയ്ക്കുക. ബൗളിൻ്റെ ഉള്ളിൽ വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. വെള്ളം ഉണ്ടെങ്കിൽ ബീറ്റായി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാവും. ഇനി അതിലേക്ക് ഞാനിവിടെ 3 കോഴിമുട്ടയാണ് ഉടച്ച് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിയിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് എടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടിയതിന് ശേഷം അതിലേക്ക് 1 മൂടി വാനില എസൻസും കൂടി ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരേ വശത്തേക്ക് തന്നെ ആക്കി കൊടുക്കുക. ഒരു വശത്തേക്ക് ആവുന്ന രീതിയിൽ തന്നെ ആക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബബിൾസ് ഉള്ളതൊക്കെ പൊട്ടിപ്പോയിട്ട് അത് നന്നാവില്ല, കേക്കിന് സെറ്റാവില്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒരു വശത്തേക്ക് തന്നെ ആവുന്ന വിധത്തിൽ ഇളക്കി പതപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടിയും അല്പാൽപമായിട്ട് ചേർത്തി നന്നായിട്ട് പതപ്പിച്ചെടുക്കാം.
കുറച്ച് നേരം അങ്ങനെ ഇളക്കുമ്പോൾ കയ്യൊക്കെ ഒന്ന് വേദനയൊക്കെ വരും. അതൊന്നും സാരാക്കണ്ട. അങ്ങനെ കൈ വേദനിക്കുമ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കൈയൊന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം. ഞാൻ കൈയൊന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ ആഗ്രഹം പോലെയാണ്. നമുക്ക് നന്നായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്കതൊന്നും ഒരു വേദനയായിട്ട് തോന്നില്ല. അതുപോലെ നമ്മൾ സ്വന്തമായിട്ടൊരു കേക്ക് ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു അതൊന്നും നമുക്ക് ഈ വേദനൻ്റെ ഇതൊന്നും അപ്പം അതിൽ അറിയില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അതാണ്. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ ചെയ്യുമ്പോൾ ഒരു കുറച്ച് കൈ വേദനയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ അന്നത്തെ കാലത്ത് എത്രങ്ങാനും കേക്കാണ് അങ്ങനെ ഒറ്റയ്ക്ക് കൈ ഇതുപോലെ ഇത് വെച്ചിട്ടുണ്ടാക്കി, വിസ്ക് വെച്ചിട്ടുണ്ടാക്കിയത് എന്നൊക്കെ ഞാനിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ ആഗ്രഹമാണ് ഹോം ബേക്കർ ആവണം, അതുപോലെ ആരുടെയും പൈസ ഇല്ലാതെ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെയുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അന്നൊന്നും എനിക്കിതൊരു വിഷയമായിട്ടേ തോന്നിയിരുന്നില്ല. പക്ഷെ ഇന്ന് ചെയ്യുമ്പോൾ ഈ ബീറ്ററും കൊണ്ട് തന്നെ ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വേദനയൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതുപോലെ എന്നെപ്പോലെ എത്രയോ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അവർക്കൊരു എന്താ പറയുക, ഇത് കാണുമ്പോൾ അവർക്കൊരു പ്രചോദനം ആവുകയാണെങ്കിൽ ആവട്ടെ എന്നാണ്. അതുകൂടാതെ തന്നെ എനിക്ക് 2-3 ഫ്രണ്ട്സ് യൂട്യൂബ് തുടങ്ങിയപ്പോൾ തന്നെ അവർ മെസ്സേജ് അയക്കാൻ തുടങ്ങി, നീ ഒന്ന് ചെയ്ത് കാട്ടിത്തരുമോ ഞങ്ങൾക്ക്, നീ എന്താ വീഡിയോസ് എന്താ അതിനെക്കുറിച്ചിട്ട് എന്താ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിരുന്നു അവർ. അപ്പോൾ അവർക്കും കൂടിയാണ് ഞാനത് ഇടുന്നത്. അങ്ങനെയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൃത്യം 10 മിനിറ്റ് നേരം സമയം എടുത്തു ഇതൊന്ന് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ചെയ്യുക, ശ്രമിക്കുക, നന്നായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് അവിടെ ഏകദേശമൊക്കെ ഇവിടെ പതഞ്ഞ് വന്നു. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച 1/4 ഗ്ലാസ് ഓയിലും കൂടി ചേർത്തിയിട്ട് പതുക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് ഒരേ വശത്തേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചലിച്ചു മാറ്റി വെച്ച പൊടികൾ കുറച്ചീച്ച ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 തവണയായിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് താന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത് 3 തവണയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 തവണ ഇളക്കിയിട്ട് 3-ാമത്തെ തവണ ഇടുമ്പോൾ അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയോ അതുപോലെ നട്ട്സോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ല വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ടിട്ട് ആ പൊടിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാ വശത്തേക്കും ആവുന്ന വിധത്തിൽ വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ ഇളക്കി കൊടുക്കുക. എല്ലാ വശത്തേക്കും ആവുന്ന വിധത്തിൽ പതുക്കെ ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ഗ്യാസിൻ്റെ മുകളിലേക്ക് ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്കൊരു പഴയ റിങ് വെച്ച് കൊടുത്തു. അതൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ മിക്സ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടിയായിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അതുപോലെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഒരു പുതിയ ചാനലാണ് എൻ്റേത്. അതുപോലെ ഒരുപാട് കേക്കിനെ പറ്റിയുള്ള ട്രിക്കും ടിപ്സും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം. അതിന് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു കനമുള്ള ഒരു സാധനം കൂടി വെച്ച് കൊടുക്കാം. കുറഞ്ഞത് ഒരു 30 മിനിറ്റ് നേരം കഴിയാതെ നിങ്ങൾ ഒരിക്കലും ഇത് തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് ഡാമേജ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് തുറക്കാനുള്ള ടെൻഡൻസി കൂടി വരും. പക്ഷെ ഒരിക്കലും തുറന്ന് നോക്കരുത്. തുറന്നിട്ടുണ്ടെങ്കിൽ കേക്ക് ഉറപ്പായും ഡാമേജ് ആവും. അതുകൊണ്ടാണ് പറയുന്നത്. ഞാനിവിടെ ഒരു 40 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കി. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കി. സ്റ്റിക്ക് ക്ലീൻ ആണെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. അതല്ല സ്റ്റിക്കിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. എനിക്കിവിടെ 40 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ സ്റ്റിക്ക് ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും ടൂൾസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പഞ്ഞി പോലെയുള്ള ടീ കേക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബായ്.